സോ നെക്സ്റ്റ് നമ്മൾ പാർട്ട് 1 നമ്മൾ നോക്കുന്നത് സ്പെല്ലിംഗ് കറക്ഷൻ ആണ്. ഇത് നിങ്ങളുടെ GD എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സ്പെല്ലിംഗ് കറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതും അതായത് വേർഡ്സ് തന്നിട്ട് അതിൽ എന്തെങ്കിലും ഇപ്പം 4 വേർഡ്സോ അല്ലെങ്കിൽ 5 വേർഡ്സോ തന്നിട്ട് അതിനകത്ത് എറർ ആയിട്ടുള്ള ഒരു വേർഡ് കാണും. അത് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദാറ്റ് എറർ വേർഡ്. ആ എറർ വേർഡ് ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും. എറർ വേർഡ് മീൻസ് ഉദ്ദേശിക്കുന്നത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ള വേർഡ് ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടഫായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അതൊന്ന് എഴുതി നോക്കാൻ ശ്രമിക്കുക. ഓക്കെ, നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ഒറ്റ നടന്ന് നോക്കുമ്പോഴത്തേ ഇപ്പോൾ നമുക്ക് അങ്ങനെ ഞാൻ അങ്ങനെ പഠിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ചില വേർഡ്സുകൾ നമ്മൾ വിചാരിക്കും, നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ശരിയാണല്ലോ, അത് എന്താണ് മിസ്റ്റേക്ക് എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ആ വേർഡ് നോക്കരുത്. ആ വേർഡ് തന്നെ നമ്മുടെ മനസ്സ് നമ്മൾ എന്താണോ നമ്മൾ എഴുതി ശീലിച്ചത് ആ വേർഡ് നമ്മൾ ഒന്ന് എഴുതി നോക്കുക. അപ്പോൾ നമുക്ക് ആ കറക്റ്റ് സ്പെല്ലിങ് കിട്ടും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ നിങ്ങൾ എഴുതി നോക്കിയിട്ട് വേണം നിങ്ങൾ നോക്കാൻ. അല്ലാതെ ഒറ്റ നോട്ടത്തിൽ നിങ്ങൾ ആൻസറിലോട്ട് നോക്കുമ്പോഴത്തേന്, ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് നോക്കുമ്പോഴത്തേന് അല്ലെങ്കിൽ ക്വസ്റ്റ്യനിലോട്ട് നോക്കുമ്പോഴത്തേന് നിങ്ങൾ വിചാരിക്കുമോ ഇതിനകത്ത് മിസ്റ്റേക്ക് ഒന്നും ഇല്ലല്ലോ, ഇതിനകത്ത് എററൊന്നും ഇല്ല, ചിലപ്പോൾ നോവർ ആയിരിക്കും, ചിലപ്പോൾ ഇതായിരിക്കത്തില്ല, വേറെ ഏതെങ്കിലും വേർഡ് ആയിരിക്കും, ചിലപ്പോൾ ആ വേർഡ് ആക്ച്വലി ചിലപ്പോൾ ശരിയായിട്ടുള്ള വേർഡ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന വേർഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എഴുതി നോക്കുക. ഓക്കെ, അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ശ്രമിക്കാവുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം ആദ്യത്തെ വേർഡ് ഏതാണെന്ന് നോക്കാം. സെലക്ട് ദ ഇൻകറക്റ്റ്ലി സ്പെൽഡ് വേർഡ് എന്നുള്ളത് സസ്പീഷ്യസ്ലി, വെയർലി, സ്റ്റെൽത്ത്ലി, റെക്ലെസ്ലി. ഇതിനകത്ത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഏത് വേർഡാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണുമ്പോൾ അറിയാം. സസ്പീഷ്യസ്ലി എന്നുള്ള വേർഡാണ് അല്ലേ. സസ്പീഷ്യസ്ലിയുടെ വേർഡിൻ്റെ സ്പെല്ലിങ് SUSPICIOUSLY എന്നാണ്. അതായത് വേർഡിൻ്റെ സ്പെല്ലിങ് സസ്പീഷ്യസ്ലി SUSPICIOUSLY എന്നാണ് സസ്പീഷ്യസ്ലി. വെയർലി, സ്റ്റെൽത്ത്ലി, റെക്ലെസ്ലി ബാക്കി എല്ലാ സ്പെല്ലിങ്ങും കറക്റ്റാണ്. സസ്പീഷ്യസ്ലി മീൻസ് സംതിങ് റോങ് അല്ലെങ്കിൽ സ്ട്രെയിഞ്ച് അല്ലെങ്കിൽ ഡിസോണസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സസ്പീഷ്യസ്. സംതിങ് റോങ്. സസ്പീഷ്യസ്ലി മീൻസ് സംതിങ് സ്ട്രോങ് അല്ലെങ്കിൽ സ്ട്രെയിഞ്ച് അല്ലെങ്കിൽ ഡിസോണസ്റ്റ്. വെയർലി മീൻസ് എന്താണ്, ടു ഡു സംതിങ് ഇൻ എ വേ ദാറ്റ് ഷോസ് എക്സ്ട്രീം ടയർഡ്നെസ്. ഭയങ്കര വെയർലി മീൻസ് വെരി ടയേർഡ് എന്നാണ്, അങ്ങനെ പഠിച്ചാൽ മതി കേട്ടോ. വെയർലി മീൻസ് വെരി ടയേർഡ്. സ്റ്റെൽത്ത്ലി മീൻസ് സീക്രട്ട്ലി എന്നാണ്, സീക്രട്ട്ലി. റെക്ലെസ്ലി മീൻസ് കെയർലെസ്ലി എന്നാണ്, കെയർലെസ്ലി. അപ്പോൾ വാട്ട് ഈസ് ദ മീനിങ് സസ്പീഷ്യസ്ലി? സസ്പീഷ്യസ്ലിയുടെ വേർഡിൻ്റെ മീനിങ് ഈ വേർഡാണ് ഇതിനകത്ത് ഇൻകറക്റ്റ് ആയിട്ടുള്ള വേർഡ്. ഇത് തെറ്റാണ് കേട്ടോ. അപ്പോൾ വാട്ട് ഈസ് ദ സ്പെല്ലിങ് സസ്പീഷ്യസ്ലി? SUSPICIOUSLY. സസ്പീഷ്യസ്ലി കറക്റ്റ് വേർഡ് ഇതാണ് കേട്ടോ, സസ്പീഷ്യസ്ലി. വെയർലി കറക്റ്റാണ്. വെയർലി മീൻസ് വെരി ടയേർഡ്. സ്റ്റെൽത്ത്ലി മീൻസ് സീക്രട്ട്ലി. റെക്ലെസ്ലി മീൻസ് വെരി കെയർലെസ്ലി എന്നാണ്, വെരി കെയർലെസ്ലി. അപ്പോൾ അത് പഠിച്ചല്ലോ. അപ്പോൾ സസ്പീഷ്യസ്ലിയുടെ സ്പെല്ലിംഗ് ഓക്കെ ആണല്ലോ, PI ആണ്. ഓക്കെ, അത് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഇനി അടുത്തത് സെലക്ട് ദ ഇൻകറക്റ്റ് സ്പെൽഡ് വേർഡ്. കോണ്ടറി, കണ്ടിജൻസി, സർജിയൻ, പാരഡൈം. ഇതിനകത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കോണ്ടറി എന്ന് പറയുന്ന വേർഡിനെ നമ്മൾ വായിക്കുമ്പോൾ കോണ്ടറി എന്ന് തന്നെ വായിക്കുന്നത്. പക്ഷേ ഇൻകറക്റ്റ് ആയിട്ടുള്ള വേർഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് കോണ്ടറി ആണ്. കോണ്ടറി QUANDARY ആണ് കേട്ടോ. അതായത് സ്റ്റേറ്റ് ഓഫ് പെർപ്ലെക്സിറ്റി ആണ്, കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ്. കൺഫ്യൂഷൻ, സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ, അതാണ് പെർപ്ലെക്സിറ്റി മീൻസ്. ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്, അതാണ് കോണ്ടറി എന്ന് പറയുന്നത്. കണ്ടിജൻസി മീൻസ് എന്താ പറയുന്നത്, ഒരു ഫ്യൂച്ചർ ഈവൻറ്റ് അല്ലെങ്കിൽ കണ്ടീഷൻ ഒരു എമർജൻസി ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ ബട്ട് ഗ്യാരണ്ടീഡ് ടു ഹാപ്പൻ. അതൊരു ഫ്യൂച്ചർ ഈവൻറ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ എമർജൻസി ആണ്. ദാറ്റ് ഈസ് പോസിബിൾ ബട്ട് നോട്ട് പക്ഷെ സംഭവിക്കുമെന്ന് ഉറപ്പില്ല. നമ്മളിപ്പം ഇന്നലെ മഴ പെയ്യും എന്ന് പറഞ്ഞ് ചിലപ്പോൾ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് അല്ലേ, അതാണ് കണ്ടിജൻസി എന്ന് പറയുന്നത്. സെർജിയൻ എന്ന് പറഞ്ഞത് നോൺ കമ്മീഷൻഡ് ആയിട്ടുള്ള ആർമി ഓഫീസേഴ്സിനെയാണ് സെർജിയൻ എന്ന് വിളിക്കുന്നത്. എന്താണ്, നോൺ കമ്മീഷൻഡ് ആയിട്ടുള്ള ആർമി ഓഫീസേഴ്സിനെ വിളിക്കുന്ന പേരാണ് സെർജിയൻ്റ്. പാരഡിം മീൻസ് മോഡലാണ് അല്ലെങ്കിൽ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ വ്യൂ പോയിന്റ് എന്നൊക്കെ പറയാം പാരഡിം. അപ്പോൾ ക്വാണ്ടറിയുടെ സ്പെല്ലിംഗ് എന്താണ്, QUANDARY എന്നാണ്, ക്വാണ്ടറി. അപ്പം എന്താണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള വേർഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോണ്ടറി. ഇതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള വേർഡ് എന്ന് പറയുന്നത്. ഇതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള വേർഡ്. അതിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് എന്ന് പറയുന്നത് QUANDARY, കോണ്ടറി. മനസ്സിലായോ? കോണ്ടറി. അല്ലെങ്കിൽ കണ്ടിജൻസി കറക്റ്റാണ്, സെർജിയൻ കറക്റ്റാണ്, പാരഡിം കറക്റ്റാണ്. അപ്പോൾ സെർജിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നോൺ കമ്മീഷൻഡ് ഓഫീസേഴ്സ് ഇൻ ദ ആംഡ് ഫോഴ്സസ്. ആംഡ് ഫോഴ്സസിലുള്ള നോൺ കമ്മീഷൻഡ് ഓഫീസേഴ്സിനെ വിളിക്കുന്ന പേരാണ് എന്താ പറയുന്നത്, സെർജിയൻ്റ്. ക്വാണ്ടറി മീൻസ് സ്റ്റേറ്റ് ഓഫ് പെർപ്ലെക്സിറ്റി ആണ്, അല്ലെങ്കിൽ എന്താണ് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആണ്. കണ്ടിജൻസി ഞാൻ പറഞ്ഞു. പാരഡിം എന്ന് വെച്ചാൽ ഒരു മോഡൽ അല്ലെങ്കിൽ പാറ്റേൺ അല്ലെങ്കിൽ ഒരു വ്യൂ പോയിന്റ് എന്നൊക്കെ പറയാം. അപ്പോൾ സസ്പീഷ്യസ്ലിയുടെ കറക്റ്റ് സ്പെല്ലിംഗ് പഠിച്ചല്ലോ, SUSPICIOUSLY, സസ്പീഷ്യസ്ലി.
സസ്പീഷ്യസ്ലി അല്ലേ, സസ്പീഷ്യസ്ലി മീൻസ് സംതിങ് റോങ്, എന്തോ സസ്പീഷ്യസ് ആയിട്ട് നമുക്ക് തോന്നുന്നു എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അപ്പോൾ സംതിങ് റോങ് അല്ലെങ്കിൽ സംതിങ് ഫിഷി അല്ലെങ്കിൽ സംതിങ് സ്ട്രേഞ്ച് അല്ലെങ്കിൽ സംതിങ് ഡിസോണസ്റ്റ് എന്നൊക്കെ പറയാൻ പറ്റും. അപ്പോൾ വെയർലി മീൻസ് വെരി ടയേർഡ്, സ്റ്റെൽത്ത്ലി മീൻസ് സീക്രട്ട്ലി എന്നാണ്, റെക്ലെസ്ലി മീൻസ് കെയർലെസ്ലി എന്നാണ്, കോൺട്രി മീൻസ് സ്റ്റേറ്റ് ഓഫ് പെർപ്ലെക്സിറ്റി എന്നാണ്, കണ്ടിജൻസി അറിയാം, സർജൻ അറിയാം, പാരഡിം അറിയാം. ഓക്കെ, അടുത്തത് നമ്മൾ കാണുമ്പോൾ നമുക്ക് തേർഡ് വൺ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിനകത്ത് പെട്ടെന്ന് തെറ്റാൻ, ഇമ്പോർട്ടൻറ്റ് മീൻസ് വളരെ തെറ്റാൻ സാധ്യതയുള്ള ഒരു വേർഡായിട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നിയിട്ടുള്ളത് തേർഡ് വൺ ആണ് എനിക്ക് തോന്നിയത്. അതായത് സെലക്ട് ദ ഇൻകറക്റ്റ് സ്പെൽഡ് വേർഡ്. എല്ലാം നമുക്ക് ശരിയായിട്ട് തോന്നുന്നുണ്ട് അല്ലേ. കോമ്പറ്റീറ്റർ, സൈക്കാട്രി, ഒക്കേഷണൽ, അമ്മ്യൂണിഷൻ. അതായത് കോമ്പറ്റീറ്റർ അത് ശരിയായിട്ട് തോന്നുന്നു, സൈക്കാട്രി ശരിയായിട്ട് തോന്നുന്നു, ഒക്കേഷണൽ ശരിയായിട്ട് തോന്നുന്നുണ്ട്, അമ്മ്യൂണിഷൻ ശരിയായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് തെറ്റായിട്ടുള്ള വേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കേഷണലാണ്. ഒക്കേഷണൽ എന്ന് പറയുന്ന വേർഡിന് ഒരു എസ് മതി, 2 സി വേണം, പക്ഷേ ഒരു എസ് മതി. മനസ്സിലായോ? ഒക്കേഷണൽ, വാട്ട് ഈസ് ദ സ്പെല്ലിംഗ് ഓഫ് ദ വേർഡ് ഒക്കേഷൻ? OCCASIONAL, ഒക്കേഷണൽ. ഒക്കേഷണൽ, ഒക്കേഷണൽ, വാട്ട് ഈസ് ദ സ്പെല്ലിംഗ് ഓഫ് ഒക്കേഷണൽ? OCCASIONAL, ഒക്കേഷണൽ. ഒക്കേഷണൽ എന്ന് വെച്ചാൽ ഇറഗുലർലി ഇതാണ് അല്ലേ, സംതിങ് ഹാപ്പൻസ് വെരി ഇറഗുലർലി. കോമ്പറ്റീറ്റർ എന്ന് വെച്ചാൽ എന്താണ്? നമുക്കറിയാം കോമ്പറ്റീറ്റർ അവൻ്റെ ഒരു കോമ്പറ്റീറ്റർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഒപ്പോണൻ്റ് ആണെന്നാണ് അർത്ഥം, ഒപ്പോണൻ്റ്. സൈക്കാട്രി അറിയാമല്ലോ. അമ്മ്യൂണിഷൻ മീൻസ് അമ്മ്യൂണിഷൻ അല്ലെങ്കിൽ അമോ എന്നൊക്കെ പറയാം, AMMO. അമ്മ്യൂണിഷൻ്റെ ഷോർട്ട് ഫോം അമോ എന്നാണ് കേട്ടോ. വെപ്പൺസ് എന്നാണ്, വെപ്പൺസ്. ഈ എക്സാമ്പിൾ മിസൈൽസ്, ഗ്രനേഡ്സ്, മൈൻസ്, ഇതിനെല്ലാം നമ്മൾ അമ്മ്യൂണിഷൻ എന്നാണ് പറയുന്നത്. വെപ്പൺസ് എന്ന് വിളിച്ചാൽ മതി. വെപ്പൺസ്, മിസൈൽസ്, ഗ്രനേഡ്സും അതെല്ലാം അടങ്ങുന്ന, മൈൻസ് എല്ലാം അടങ്ങുന്ന വെപ്പൺസിനെയാണ് നമ്മൾ അമ്മ്യൂണിഷൻ എന്ന് പറയുന്നത്. സൈക്കാട്രി അറിയാം. ഓക്കെ, വാട്ട് ഇസ് ദ സ്പെല്ലിംഗ് ഓഫ് ഒക്കേഷണൽ? OCCASIONAL. ഒക്കേഷണൽ ഒരു എസ് മതി കേട്ടോ, 2 സി വേണം, ഒരു എസ് മതി. അടുത്ത ഒരു സെൻറ്റൻസ് വന്നിട്ട് ദ ഡെലിക്കേറ്റ് വൈറ്റ് ലില്ലീസ് ബ്ലൂംഡ് ഇൻ ദ സെമിട്രി. സെമിട്രി, സെമിട്രി എന്നാണ് വന്നിരിക്കുന്നത്, സെമിത്തേരി. ആക്ച്വലി അവർ ഉദ്ദേശിക്കുന്നത് സെമിത്തേരി എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ സെമിത്തേരിയുടെ സ്പെല്ലിംഗ് എന്താണ്? സെമിത്തേരി. സെമിത്തേരിയുടെ ആക്ച്വൽ സ്പെല്ലിംഗ് CEMETERY, സെമിത്തേരി. ഡി ആണ്, ഡി കിടക്കുന്നതാണ് ഓപ്ഷൻ, സെമിത്തേരി. ഡി ഓപ്ഷൻ കിടക്കുന്നുണ്ടോ? ഇതാണ് അതിൻ്റെ കറക്റ്റ് സ്പെല്ലിങ്. ഇതാണ് അതിൻ്റെ കറക്റ്റ് സ്പെല്ലിങ് കേട്ടോ. ഏതാണ്? CEMETERY, സെമിത്തേരി. സെമിത്തേരി നമ്മൾ പറയത്തില്ലേ, സെമിത്തേരിയിൽ ബെറിയൽ പ്ലേസ് ആണ് അല്ലേ, ബെറിയൽ പ്ലേസ്. സെമിത്തേരി എന്താണ്? ബെറിയൽ പ്ലേസ് ആണ്. ചർച്ചിൽ നിന്നും ദൂരെ മാറിയല്ല നമ്മൾ ഈ ഡെഡ് ബോഡീസ് എല്ലാം ബെറിയൽ ചെയ്യുന്ന പ്ലേസിനെ വിളിക്കുന്ന പേരാണ് സെമിത്തേരി എന്ന് വിളിക്കുന്നത്. അതിൻ്റെ കറക്റ്റ് സ്പെല്ലിങ് CEMETERY, സെമിത്തേരി എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പം സോ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് അമ്മ്യൂണിഷൻ? അമ്മ്യൂണിഷൻ മീൻസ് വെപ്പൺസ് എന്നാണ്. അടുത്തത് സെലക്ട് ദ ഇൻകറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ഇറിറ്റബിളി, റിലക്റ്റൻ്റ്ലി, ഫേറ്റലി, സ്റ്റേൺലി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റിലക്റ്റൻ്റ്ലി പഠിച്ചായിരുന്നു. റിലക്റ്റൻ്റ്ലിയുടെ സ്പെല്ലിംഗ് എന്താണ്? RELUCTANTLY എന്നാണ്, റിലക്റ്റൻ്റ്ലി. റിലക്റ്റൻ്റ്ലി അല്ലേ, റിലക്റ്റൻ്റ്ലി മീൻസ് അൺവില്ലിംഗ്ലി എന്നാണ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് റിലക്റ്റൻ്റ്ലി? അൺവില്ലിംഗ്ലി എന്നാണ്, റിലക്റ്റൻ്റ്ലി, അൺവില്ലിംഗ്ലി. ഇറിറ്റബിളി അറിയാം, ഫേറ്റലി അറിയാം. ഫേറ്റലി മീൻസ് കോസിങ് ഡെത്ത് ആണ്, മരണത്തിന് കാരണമാകുക എന്നൊക്കെ, മരണകാരണമാകുക, കോസിങ് ഡെത്ത് ആണ്. ഫേറ്റലി ഇഞ്ചേർഡ് എന്നൊക്കെ പറയത്തില്ലയോ, അതായത് സീരിയസ്ലി ഇഞ്ചേർഡ് എന്നാണ് ഫേറ്റലി. ഫേറ്റലി മീൻസ് ദ വേ ദാറ്റ് കോസസ് ഡെത്ത് എന്നാണ്, വേ ദാറ്റ് കോസസ് ഡെത്ത്. സ്റ്റേൺലി മീൻസ് എന്താണ്? ഭയങ്കര സ്ട്രിക്റ്റ്, ഭയങ്കര സ്റ്റേൺ ആയിട്ട് നിൽക്കുക എന്നൊക്കെ പറയുന്നത്. സ്റ്റേൺ ആയിട്ട് മീൻസ് വെരി സ്ട്രിക്റ്റ്, സീരിയസ് മാനറിലാണ് സ്റ്റേൺ, സ്ട്രിക്റ്റ് കേട്ടോ. ഇറിറ്റബിളി എന്ന് വെച്ചാൽ എന്താണ്? ടു ആക്ട് ഇൻ എ വെരി ആംഗ്രി വേ, ടു ആക്ട് ഇൻ എ വെരി ആംഗ്രി വേ എന്നാണ് ഇറിറ്റബിളി. എന്ത് ഇറിറ്റേറ്റഡ് ആയിട്ട് അല്ലയോ, ഭയങ്കര ഇറിറ്റബിൾ ആയിട്ട് തോന്നുന്നു, ഭയങ്കര ആംഗ്രി വേ, ടു ആക്ട് ഇൻ എ വെരി ആംഗ്രി വേ. അപ്പം റിലക്റ്റൻ്റ്ലിയുടെ കറക്റ്റ് സ്പെല്ലിംഗ് എന്താണ്? RELUCTANTLY, എ ആണ് വരുന്നത് റിലക്റ്റൻ്റ്ലി. RELUCTANTLY, റിലക്റ്റൻ്റ്ലി. ഇതാണ് അതിൻ്റെ കറക്റ്റ് സ്പെല്ലിങ്. മീനിങ് ഈസ് അൺവില്ലിംഗ്ലി എന്നാണ് കേട്ടോ, അൺവില്ലിംഗ്ലി. റിലക്റ്റൻ്റ്ലി മീനിങ് ഈസ് അൺവില്ലിംഗ്ലി. ഇനി അടുത്ത 6th വൺ ആണെന്നുണ്ടെങ്കിൽ ചോദിക്കുന്നത് അലീജിയൻസ് ആണോ, സബ്സർവിയൻസ് ആണോ, അദറൻസ് ആണോ, റെഫറൻസ് ആണോ കറക്റ്റ് സ്പെല്ലിംഗ് എന്ന് ചോദിച്ചത്. നമുക്കറിയാവുന്ന വേർഡിനകത്ത് നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് അദറൻസ്. അദറൻസ് കറക്റ്റാണ് അല്ലേ, ADHERENCE, അദറൻസ്. അടുത്തത് റെഫറൻസ്, അതും കറക്റ്റ് സ്പെല്ലിംഗ് ആണ്. സബ്സർവിയൻസ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സബ്സർവിയൻസ്? അതായത് ഒന്നും ഇപ്പം നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും മറു ചോദ്യം ഒന്നും ചോദിക്കാതെ നമ്മൾ ആ കാര്യം പറയുന്ന കാര്യം
അതേപോലെ നമ്മൾ ഒബേ ചെയ്യുന്നതിന് വില്ലിംഗ് ടു ഡു അതേഴ്സ്, വില്ലിംഗ് ടു ഡു വാട്ട് അതേഴ്സ് സേസ് അൺക്വസ്റ്റ്യനബിളി എന്നാണ്. അതായത് മറ്റുള്ളവർ പറയുന്നത് അതേപോലെ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്, അല്ലേ? വില്ലിംഗ് ടു ഒബേ അതേഴ്സ് അൺക്വസ്റ്റ്യനബിളി, വില്ലിംഗ് ടു ഒബേ അതേഴ്സ് അൺക്വസ്റ്റ്യനബിളി, അതാണ് എന്തെന്ന് പറയുന്നത് സബ്സർവിയൻസ്. അലീജിയൻസ് ലോയൽറ്റി ആണ്, അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഡിവോഷൻ എന്നാണ് കേട്ടോ. കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഡിവോഷൻ എന്നാണ്. കമ്മിറ്റ്മെൻറ്റ്, ഓക്കെ, കമ്മിറ്റ്മെൻറ്റ്, ലോയൽറ്റി, അലീജിയൻസ്. അപ്പോൾ ഇതിനകത്തുള്ള ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് ആയിട്ടുള്ള വേർഡ് അലീജിയൻസ് ആണ്. അലീജിയൻസ് എന്നുള്ളതിന് വേർഡിൻ്റെ സ്പെല്ലിങ് ALLEGIANCE എന്നാണ്. അലീജിയൻസ് എന്ന് കേട്ടോ. അലീജിയൻസ് സ്പെല്ലിംഗ് എന്താണ്? മീനിങ് എന്താണ്? ലോയൽറ്റി ഓർ കമ്മിറ്റ്മെൻറ്റ് എന്നാണ്. ലോയൽറ്റി ഓർ കമ്മിറ്റ്മെൻറ്റ്, ഓക്കെ, അല്ലെങ്കിൽ ഡിവോഷൻ എന്നാണ്. അദറൻസ് മീൻസ് ദ ആക്ട് ഓഫ് ഫോളോയിങ് റൂൾസ്, ബിലീഫ്സ് ഓർ പ്ലാൻസ് കൺസിസ്റ്റൻ്റ്ലി. റെഫറൻസ് മീൻസ് റെസ്പെക്ട്ഫുൾ എന്നാണ്. റെഫറൻസ് എന്നാണ് റെസ്പെക്ട്ഫുൾ. അദറൻസ് മീൻസ് ഇങ്ങനെ നമ്മൾ സ്റ്റിക്കായി ഒട്ടി ഇങ്ങനെ ഇരിക്കുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, അല്ലേ? അഡ്ജസീവ്, അദറൻസ്, അതിൽ സ്റ്റിക്കായിരിക്കുക, ഒട്ടിയിരിക്കുക. അദറൻസ്, അഡ്ജസീവ്, ഇതെല്ലാം സെയിം മീനിങ് വരുന്ന വേർഡുകളാണ്, അല്ലേ? അപ്പം റെഫറൻസ് മീൻസ് റെസ്പെക്ട്ഫുൾ എന്നാണ്. സബ്സർവിയൻസ് എന്നാണ്? വില്ലിംഗ് ടു ഒബേ അതേഴ്സ് അൺക്വസ്റ്റ്യനബിളി, മറ്റുള്ളവർ പറയുന്നത് ഒരു മറുചോദ്യം കൂടാതെ നമ്മൾ എന്ത് ചെയ്യുക? ഒബേ ചെയ്യുക. അതാണ് എന്തെന്ന് പറയുന്നത്? സബ്സർവിയൻസ് എന്ന് പറയുന്നത്. അടുത്ത വേർഡ് എന്ന് പറയുന്നത് രമേശ് ഈസ് എക്സ്ട്രീംലി ഗ്രേറ്റ്ഫുൾ ടു ഗോഡ് ഫോർ ഹാവിങ് സർവൈവ്ഡ് ദ പാൻഡമിക്. എക്സ്ട്രീംലി ഗ്രേറ്റ്ഫുൾ, ഗ്രേറ്റ്ഫുൾ എന്ന് പറയുന്നത് ടു ഗോഡ്. ഗ്രേറ്റ്ഫുൾ ടു ഗോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രമേശ് നിന്ന് ഭയങ്കരമായിട്ട് ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഗ്രേറ്റ്ഫുൾ, കടപ്പെട്ടിരിക്കുന്നു എന്നുള്ള മീനിങ് വരുന്ന ഗ്രേറ്റ്ഫുൾ, ഈ ഗ്രേറ്റ്ഫുൾ അല്ല. ഏത് ഗ്രേറ്റ്ഫുൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗ്രേറ്റ്ഫുൾ അല്ല, ഈ ഗ്രേറ്റ്ഫുൾ അല്ല, GRATEFUL, ഗ്രേറ്റ്ഫുൾ. ഈ ഗ്രേറ്റ്ഫുൾ ആണ്. ഗ്രേറ്റ്ഫുൾ മീൻസ് താങ്ക്ഫുൾ എന്നാണ്. ഗ്രേറ്റ്ഫുൾ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഗ്രേറ്റ്ഫുൾ? താങ്ക്ഫുൾ ടു ഗോഡ് ഫോർ ഹാവിങ് സർവൈവ്ഡ് ദ പാൻഡമിക്. പാൻഡമിക് സർവൈവ് ചെയ്യാൻ സഹായിച്ചതിൽ ദൈവത്തോട് രമേശ് എന്ത് ചെയ്തിരിക്കുന്നു? ഭയങ്കരമായിട്ട് കടപ്പെട്ടിരിക്കുന്നു എന്നാണ്. അപ്പം ഗ്രേറ്റ്ഫുൾ മീനിങ് ഈസ് താങ്ക്ഫുൾ എന്നാണ് കേട്ടോ. ഗ്രേറ്റ്ഫുൾ മീനിങ് ഈസ് താങ്ക്ഫുൾ. പാൻഡമിക് അറിയാമല്ലോ, പാൻഡമിക് മീൻസ് ഡിസീസാണ്. വേൾഡ് വൈഡ് സ്പ്രെഡുള്ള ഡിസീസിനെ വിളിക്കുന്ന പേരാണ് പാൻഡമിക്. സർവൈവ്ഡ് അറിയാമല്ലോ, എക്സ്ട്രീംലി എന്നറിയാമല്ലോ, എക്സ്ട്രീംലി, ഓക്കെ. പാൻഡമിക് അറിയാം. സർവൈവ്ഡ് മീൻസ് എന്താണ്? ടു കണ്ടിന്യൂ ലിവിങ് ഓർ എക്സിസ്റ്റിംഗ് ഓവർ എ ലോങ് പീരിയഡ്. സർവൈവ് ചെയ്യുക, അതിജീവിക്കുക നമ്മൾ പറയാം, അതിജീവിക്കുക, സർവൈവ് ചെയ്യുക. എക്സ്ട്രീംലി എന്ന് വെച്ചാൽ ടു വെരി ഹൈ ഡിഗ്രി എന്നാണ്. എക്സ്ട്രീംലി ഹാപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായ ഹാപ്പിനെസ് ആണ്, ഭയങ്കര ഹാപ്പിയാണ്. ടു എ വെരി ഹൈ ഡിഗ്രി എന്നാണ്, അല്ലയോ? എക്സ്ട്രീംലി ഹാപ്പി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ടു എ വെരി ഹൈ ഡിഗ്രി. അപ്പം വാട്ട് ഈസ് ദ സ്പെല്ലിംഗ് ഓഫ് ഗ്രേറ്റ്ഫുൾ? GRATEFUL. ഗ്രേറ്റ്ഫുൾ മീൻസ് താങ്ക്ഫുൾ എന്നാണ്, കടപ്പെട്ടിരിക്കുന്നു എന്നാണ് കേട്ടോ. അപ്പം പാൻഡമിക്കും എപ്പിഡമിക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് പാൻഡമിക്കും എപ്പിഡമിക്കും തമ്മിലുള്ള ഡിഫറൻസ്? പാൻഡമിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് വൈഡ് സ്പ്രെഡാണ്. ഒരു അസുഖം വേൾഡ് വൈഡിൽ സ്പ്രെഡാണ്. ഇപ്പോൾ കോവിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാൻഡമിക് ആയിരുന്നു, അല്ലേ? പാൻഡമിക് ആയിരുന്നു, അതായത് വേൾഡ് വൈഡ് സ്പ്രെഡായിരുന്നു പാൻഡമിക് എന്ന് പറയുന്നത്. അതേസമയം എപ്പിഡമിക് എന്ന് പറയുന്നത് നമ്മുടെ മറ്റേതുണ്ടല്ലോ, എന്താ പറയുന്നത്, നിപ്പ പോലുള്ള അതല്ല എപ്പിഡമിക് ആയിരുന്നു. അതല്ല ഒരു പെർട്ടിക്കുലർ റീജിയനിൽ മാത്രം, ഇപ്പോൾ കോഴിക്കോട്, മലപ്പുറം അങ്ങനെയുള്ള ഒരു പെർട്ടിക്കുലർ റീജിയനിൽ മാത്രം സ്പ്രെഡായി നിൽക്കുന്നതിനെ നമ്മൾ എപ്പിഡമിക് എന്ന് പറയുന്നു. ഒരു പെർട്ടിക്കുലർ റീജിയനിൽ മാത്രം സ്പ്രെഡ് ആണെന്നുണ്ടെങ്കിൽ എപ്പിഡമിക്കും, അതേസമയം വേൾഡ് വൈഡ് സ്പ്രെഡ് ആണെന്നുണ്ടെങ്കിൽ പാൻഡമിക്കും. അതാണ് അതിൻ്റെ ഡിഫറൻസ് കേട്ടോ. നെക്സ്റ്റ് വൺ, 8th വൺ, സെലക്ട് ദ ഇൻകറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. കാറ്റഗോറിക്കലി, കറേജിയസ്ലി, കൺകറൻ്റ്ലി, ചാമിങ്ലി. കറേജിയസ്ലിയുടെ സ്പെല്ലിംഗ് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ നമുക്കത് ശരിയായിട്ട് തോന്നുന്നുണ്ട്, അല്ലേ? പക്ഷെ നമ്മളിത് എഴുതി നോക്കാം നമുക്കത്. COU കറേജിയസ്ലി എഴുതിയപ്പോൾ എങ്ങനെ വന്നു? GI എന്നുള്ളത് എങ്ങനെ വന്നു? GE വന്നു, അല്ലേ? അതാണ് നമുക്കറിയാവുന്ന വേർഡാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത് നോക്കുക? എഴുതി നോക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് നമുക്ക് അതിനെ കിട്ടും. കാറ്റഗറിക്കലി അറിയാമല്ലോ. കാറ്റഗറിക്കലി മീൻസ് എന്താണ്? കാറ്റഗറൈസ് ചെയ്യുക, അല്ലെങ്കിൽ കാറ്റഗറിക്കലി മീൻസ് അബ്സല്യൂട്ട് അല്ലെങ്കിൽ അൺകണ്ടീഷണൽ മാനർ, ലീവിങ് നോ റൂം ഫോർ ഡൗട്ട് ഓർ കൺഫ്യൂഷൻ. കാറ്റഗറിക്കലി ലീവിങ് നോ റൂം ഫോർ ഡൗട്ടിന് അല്ലെങ്കിൽ കൺഫ്യൂഷനിലും അവിടെ എന്തില്ല? സ്ഥാനമില്ല കാറ്റഗറിക്കലി. കറേജിയസ്ലി മീൻസ് ബ്രേവ്ലി എന്നാണ്, ധീരതയോടെ. കറേജിയസ്ലി മീൻസ് ബ്രേവ്ലി. കൺകറൻ്റ്ലി മീൻസ് എന്താണ്? ഹാപ്പനിങ് ഓർ എക്സിസ്റ്റിംഗ് ഓർ ഓപ്പറേറ്റിംഗ് അറ്റ് ദ സെയിം ടൈം. ഒരേ സമയം തന്നെ സംഭവിക്കുക. കൺകറൻ്റ്ലി ഹാപ്പനിങ്, എക്സിസ്റ്റിംഗ് ഓർ ഓപ്പറേറ്റിംഗ് അറ്റ് ദ സെയിം ടൈം. ചാമിങ്ലി മീൻസ്
in an attractive manner എന്നാണ്. charmingly means in an attractive manner. What is the meaning of charmingly? In an attractive manner. charmingly. അപ്പോൾ what is the spelling of courageously? COURAGEOUSLY. courageously. What is the spelling of grateful? GRATEFUL. grateful. meaning is thankful എന്നാണ് കേട്ടോ. courageously means bravely എന്നാണ്. Yeah, select the option that rectifies the incorrectly spelled word in the given sentence. The cat sprawled in the sun, enjoying the warm afternoon rays and a gentle breeze. ഇതിനകത്ത് അവർ തന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻ തെറ്റാണ് കേട്ടോ. ഇൻകറക്റ്റ് സ്പെൽറ്റ് വേർഡ് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പ്രോൾഡ്, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് സ്പ്രോൾഡ് എന്നുള്ളത് ശരിയാണ്, എൻജോയിങ് എന്നുള്ളത് ശരിയാണ്, ബ്രീസ് എന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ശരിയാണ്, ജെൻറ്റിൽ എന്നുള്ള വേർഡായിരുന്നു തെറ്റായിട്ടുള്ളത്. ഓപ്ഷൻ മാറിപ്പോയി, ഓപ്ഷൻ തിരിഞ്ഞു പോയി കേട്ടോ, ഓപ്ഷൻ തിരിഞ്ഞു പോയതാണ്. അപ്പോൾ ജെൻറ്റിൽ എന്നുള്ള വേർഡായിരുന്നു ആൻസറായിട്ട് വരേണ്ടത്. ജെൻറ്റിലിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? ഓപ്ഷൻ മാറിപ്പോയതാണേ. ഈ വേർഡായിരുന്നു ആൻസറായിട്ട് വരേണ്ടത്. ഈ വേർഡാണ് ആൻസറായിട്ട് വരേണ്ടത്. സ്പെല്ലിങ് GENTLE എന്നാണ്, ജെൻറ്റിൽ അല്ലേ, ജെൻറ്റിൽ ആ വേർഡാണ് വരേണ്ടത്. ജെൻറ്റിൽ മീൻസ് കാം ആണ്, കാം, കൈൻഡ് അല്ലെങ്കിൽ സോഫ്റ്റ് എന്നുള്ള വേർഡാണ്. കാം, കൈൻഡ്, സോഫ്റ്റ് എന്നുള്ള ഒരു വേർഡാണ് വരേണ്ടത് ജെൻറ്റിൽ കേട്ടോ. ബാക്കിയെല്ലാം കറക്റ്റ് ആയിരുന്നു. ഇവിടെ ബ്രീസ് എന്നുള്ള വേർഡ് എൻജോയിങ് എന്നുള്ള വേർഡ് തെറ്റാണ്, സ്പ്രോൾഡ് എന്നുള്ള വേർഡ് തെറ്റാണ്, ബ്രീസ് എന്നുള്ള വേർഡ് തെറ്റാണ്. ഇത് മൂന്നും തെറ്റാണ്. ശരിയായിട്ടുള്ള വേർഡ് ചോദിക്കുകയാണെങ്കിൽ ജെൻറ്റിലാണ്, അത് ശരിയായിട്ടുള്ള വേർഡ് കേട്ടോ. ഇൻകറക്റ്റ് ആയിട്ടുള്ള വേർഡാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വേർഡ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ജെൻറ്റിൽ എന്നുള്ള വേർഡാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള വേർഡ്. ബാക്കിയെല്ലാം ഓപ്ഷനിൽ ജെൻറ്റിൽ എന്നുള്ള വേർഡാണ് ശരിയായിട്ടുള്ളത്, ക്വസ്റ്റ്യനിൽ ജെൻറ്റിൽ എന്നുള്ള വേർഡാണ് തെറ്റായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് മിസ്റ്റേക്ക് വന്നതാണ് കേട്ടോ. അതെന്തായാലും പഠിച്ചു വെക്കുക. സ്പ്രോൾഡ് എന്നുള്ളത് കറക്റ്റ് വേർഡ് SPRAWLED എന്നാണ്. ക്യാറ്റ് സ്പ്രോൾഡ് ഇൻ ദ സൺ, സ്പ്രോൾഡ് കേട്ടോ. സ്പ്രോൾഡ് മീൻസ് ലൈയിങ് ഓർ സിറ്റിംഗ് വിത്ത് യുവർ ആംസ് ആൻഡ് ലെഗ്സ്. അതായത് നമ്മളിങ്ങനെ കൈയും കാലും ഇങ്ങനെ നീട്ടി വെച്ച് നമ്മളിങ്ങനെ ഇരിക്കത്തില്ലേ, സ്പ്രോൾഡ് ഇൻ ദ സൺ. എൻജോയിങ് ദ വാം ആഫ്റ്റർനൂൺ റേസ് ആൻഡ് ജെൻറ്റിൽ ബ്രീസ്. കൈയും കാലും ഇങ്ങനെ നീട്ടി ഇങ്ങനെ ഇരിക്കുന്നതിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, സ്പ്രോൾഡ്. ഓക്കെ, എൻജോയിങ് അറിയാം, ബ്രീസ് അറിയാമല്ലോ, വിൻഡാണ് ബ്രീസ്. ജെൻറ്റിൽ എന്താണ്, കാം, കൈൻഡ് ഓർ സോഫ്റ്റ് എന്നുള്ളതാണ് കേട്ടോ. അടുത്തത് ദ പൊളിറ്റീഷ്യൻസ് ഹിപ്പോക്രസി ആൻഡ് ഇൻകോൺഗ്രുവൻറ്റ് പോളിസീസ് വെർ മെറ്റ് വിത്ത് വെഹിമെൻറ്റ് ഒപ്പോസിഷൻ. ഓക്കെ, വെഹിമെൻറ്റ് മീൻസ് പവർഫുൾ, ആക്റ്റീവ് അല്ലെങ്കിൽ എനർജറ്റിക് ആയിട്ടുള്ളതെന്നാണ് വെഹിമെൻറ്റ്. ഏതാണ് വെഹിമെൻറ്റ് എന്നാണ്? പവർഫുൾ ആണ്, ആക്റ്റീവ് ആണ്, എനർജറ്റിക് ആണ്. ഹിപ്പോക്രസി എന്ന് വെച്ചാൽ നമുക്കറിയാം കാപട്യമാണ് അല്ലേ. അടുത്ത് ഇൻകോൺഗ്രുവൻറ്റ് മീൻസ് നോട്ട് സ്യൂട്ടബിൾ അല്ലെങ്കിൽ ഔട്ട് ഓഫ് പ്ലേസ് ആണ്. ഹിപ്പോക്രസി ആണ്, ഇൻകോൺഗ്രുവൻ്റ് അല്ല, ഇൻകോൺഗ്രുവൻ്റ് ആണ്. എന്താ പറയേണ്ടത്? ഇൻകോൺഗ്രുവൻ്റ്. ഇൻകോൺഗ്രുവൻ്റ് എന്നാണ് വരേണ്ടത് അവിടെ. അത് അല്ലാതെ എന്തല്ല വരേണ്ടത്? ഈ വേർഡ് അല്ല വരേണ്ടത് കേട്ടോ. ഈ വേർഡ് അല്ല അവിടെ വരേണ്ടത്. ഈ വേർഡിന് പകരം ഈ വേർഡാണ് അവിടെ വരേണ്ടത്. ഇതാണ് അതിൻ്റെ സ്പെല്ലിങ്, ഇൻകോൺഗ്രുവൻ്റ് മീൻസ് ഔട്ട് ഓഫ് പ്ലേസ് അല്ലെങ്കിൽ നോട്ട് സ്യൂട്ടബിൾ എന്നാണ്, നോട്ട് സ്യൂട്ടബിൾ. വെഹമെൻറ്റ് മീൻസ് പവർഫുൾ, എനർജറ്റിക് ഓർ ആക്റ്റീവ്. ഹിപ്പോക്രസി മീൻസ് അറിയാമല്ലോ, കാപട്യം എന്നാണ്. ഓക്കെ, ഓപ്പോസിഷൻ അറിയാം. Select the incorrectly spelled word from the given sentence. Her argument was well reasoned, but it contained a few misspellings. ആർഗ്യുമെൻറ്റിൻ്റെ സ്പെല്ലിംഗ് എന്താ? ആർഗ്യൂടെ സ്പെല്ലിങ് ഇതാണ്. പക്ഷേ ആർഗ്യുമെൻ്റ് എന്ന് എഴുതുമ്പോഴത്തേന് ARGUMENT എന്നാണ് കേട്ടോ. ആർഗ്യുമെൻറ്റ് ഇത് യു ആണ് കേട്ടോ. ആർഗ്യുമെൻറ്റ്. വാട്ട് ഈസ് ദ സ്പെല്ലിംഗ് ഓഫ് ആർഗ്യുമെൻറ്റ്? ARGUMENT എന്നാണ് കേട്ടോ ആർഗ്യുമെൻറ്റ്. അത് ടി വന്നിട്ടില്ല. ഓക്കെ, ക്വസ്റ്റ്യനകത്തുണ്ട്, ക്വസ്റ്റ്യൻ നോക്കിയാൽ മതി. ആർഗ്യുമെൻറ്റ് സ്പെല്ലിങ് ARGUMENT എന്നാണ് ആർഗ്യുമെൻറ്റ് കേട്ടോ. ആർഗ്യുമെൻറ്റ്. വെൽ മിസ്പെല്ലിങ്സ് കണ്ടെയ്ൻഡ്, ആർഗ്യുമെൻറ്റ് അതെല്ലാം അറിയാം. സ്പെല്ലിംഗ് എല്ലാം അറിയാവുന്നതാണ്, മീനിങ്ങും അറിയാം, എല്ലാം ഓക്കെയാണത്. ഇനി 12th വൺ നോക്കാം. സ്പെൽ ദ ഇൻകറക്റ്റ് സ്പെൽഡ് വേർഡ്. കൺക്ലൂഷൻസ്, അൺടെനബിൾ, ആംബിഗ്യുവസ്, സ്പ്യൂരിയസ്. ആംബിഗ്യുവസ് എന്ന് വെച്ചാൽ സംതിങ് ദാറ്റ് ഹാസ് മോർ ദാൻ വൺ പോസിബിൾ മീനിങ്, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ മീനിങ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഇൻ്റർപ്രിട്ടേഷൻ ഉള്ളതിനെ വിളിക്കുന്ന പേരാണ് ആംബിഗ്യുവസ്. ആംബിഗ്യുവസിൻ്റെ കറക്റ്റ് സ്പെല്ലിങ്, അത് ഇൻകറക്റ്റ് ആണ്. ആംബിഗ്യുവസിൻ്റെ കറക്റ്റ് സ്പെല്ലിങ് പഠിച്ചിരിക്കണം. തെറ്റാൻ വളരെ സാധ്യതയുള്ളൊരു വേർഡാണ് ഈ വേർഡ് ആംബിഗ്യുവസ് എന്നുള്ളത് കേട്ടോ. ആംബിഗ്യുവസ് എന്നുള്ള വേർഡ് പഠിച്ചു വെച്ചിരിക്കണം.
ആംബിഗ്യൂസ് ആംബിഗ്യൂസ് കേട്ടോ, ആംബിഗ്യൂസ്. ഇനി അതാണ് അതിനകത്തുള്ള ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിങ്. അൺടെനബിൾ മീൻസ് അൺജസ്റ്റിഫയബിൾ എന്നാണ്. എന്താണ് അൺജസ്റ്റിഫയബിൾ? ജസ്റ്റിഫൈ ചെയ്യാൻ സാധിക്കാത്തത്. അൺജസ്റ്റിഫയബിൾ. അൺടെനബിൾ മീനിങ് ഈസ് അൺജസ്റ്റിഫയബിൾ. സ്പ്യൂരിയസ് മീൻസ് ഫോൾസ് അല്ലെങ്കിൽ ഫേക്ക് ആണ്. ഫ്യൂരിയസ് എന്താണ്? ഫോൾസ് അല്ലെങ്കിൽ ഫേക്ക് ആണ്. ഫ്യൂരിയസ് അല്ലെങ്കിൽ ഫോൾസ് അല്ലെങ്കിൽ ഫേക്ക് ആണ്. ഫ്യൂരിയസ്, സ്പ്യൂരിയസ്, നോട്ട് ഫ്യൂരിയസ്, സ്പ്യൂരിയസ്. ഓക്കെ, സ്പ്യൂരിയസ്. സ്പ്യൂരിയസ് മീൻസ് ഫോൾസ് ഓർ ഫേക്ക്. അടുത്തത്, ദ നെക്സ്റ്റ് ജനറേഷൻ ഹാവ് വെൽ ട്രാവൽഡ്, ടെക് സാവി ആൻഡ് ഹാർഡ് വർക്കിംഗ്. നമ്മൾ ഈ വളരെ ഈ മോഡേൺ ആയിട്ടുള്ള ജനറേഷനിൽ ഏറ്റവും കൂടുതൽ അറിവുകൾ കമ്പ്യൂട്ടറിലും ഇൻ്റർനെറ്റിലും മോഡേൺ ടെക്നോളജിയിലും എല്ലാം നല്ല അറിവുള്ള നല്ല ഭയങ്കര അറിവുള്ള ആൾക്കാരെ നമ്മൾ ടെക് സാവി എന്ന് വിളിക്കാറുണ്ട്. എന്താ വിളിക്കാറുണ്ട്? ടെക് സാവി. അതിനകത്ത് ടെക് സാവി ഏതാണ്? ഇതിനകത്ത് ഏറ്റവും അതായത് ഭയങ്കര നോളജബിൾ ആണ്, ഭയങ്കര ഈ മോഡേൺ ടെക്നോളജിയിൽ ഭയങ്കര നോളജബിൾ ആയിട്ടുള്ള പ്രൊവിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ, അതായത് കമ്പ്യൂട്ടറിലും ഇൻ്റർനെറ്റിലും എല്ലാം ഭയങ്കര നോളജുള്ള ആൾക്കാരെ നമ്മൾ ടെക് സാവി എന്ന് വിളിക്കാറുണ്ട്. ടെക് സാവി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെല്ലിങ് TECHSAVVY. ഓപ്ഷൻ നമ്പർ 1 ആണ് കറക്റ്റ് ആയിട്ടുള്ളത് കേട്ടോ. ടെക് സാവി, ടെക് സാവി, SAVVY എന്നാണ് ഓർത്തിരിക്കുക. ടെക് സാവി ഹൂ ഇസ് നോൺ ആസ് ടെക് സാവി എ പേഴ്സൺ ഹൂ ഇസ് പ്രൊവിഷൻ അല്ലെങ്കിൽ നോളജബിൾ ഇൻ മോഡേൺ ടെക്നോളജി എസ്പെഷ്യലി ഇൻ കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ് എക്സെട്ര. ടെക് സാവി. ടെക് സാവിയുടെ സ്പെല്ലിങ് ടെക് TECH പിന്നെ സാവി. ഓപ്ഷൻ നമ്പർ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓപ്ഷൻ നമ്പർ എ, SAVVY, ടെക് സാവി. ഓക്കെ, അടുത്തത്, സെലക്ട് ദ ഇൻകറക്റ്റ് സ്പെൽഡ് വേർഡ്. ലെജിബിൾ. ലെജിബിൾ നമുക്കറിയാം. നെസസിറ്റി നമുക്കറിയാവുന്ന വേർഡാണ്. വാൻഡേറ്റ നമുക്കറിയത്തില്ല. ക്രോണോളജി നമുക്കറിയാം. വെൻഡേറ്റ അല്ല, വെൻഡേറ്റ. എന്താണ് വെൻഡേറ്റ? ഗ്രഡ്ജ് ഓർ റിവെഞ്ച് എന്നാണ് മീനിങ്. എന്താണ്? BENDETTA, ഗ്രഡ്ജ് ഓർ റിവെഞ്ച് എന്നാണ്. ഗ്രഡ്ജ് ഓർ ദ റിവെഞ്ച് എന്നാണ്, പകയാണ് കേട്ടോ. ഗ്രഡ്ജ് ഓർ റിവെഞ്ച്. വെൻഡേറ്റ, വെൻഡേറ്റ. BEN ആണ്, BENDETTA, വെൻഡേറ്റ. എന്താണ്? വാട്ട് ഇസ് ദ മീനിങ് ഓഫ് വെൻഡേറ്റ? ഗ്രഡ്ജ് ഓർ റിവെഞ്ച്. വാട്ട്സ് ദ സ്പെല്ലിംഗ് ഈസ് BENDETTA. അടുത്തത്, സെലക്ട് ദ ഇൻകറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ഡിസ്ക്രീറ്റ്ലി, ഡിസ്ട്രക്റ്റീവ്ലി, ഡിലൈറ്റ്ഫുള്ളി, ഡ്രീമിംഗ്ലി. ഡിസ്ട്രക്റ്റീവ്ലി ശരിയാണോ അതോ എന്താ പറയുന്നത്, ഡിലൈറ്റ്ഫുള്ളി ആണോ, ഡിസ്ക്രീറ്റ്ലി ആണോ, ഡ്രീമിംഗ്ലി ആണോ എന്ന് എഴുതി നോക്കുക. ഡിലൈറ്റ്ഫുള്ളി ആണ് തെറ്റായിട്ടുള്ള വേർഡ് അല്ലേ. ഡിലൈറ്റ്ഫുള്ളി എന്ന് എഴുതുന്നതിന് FULLY പറയണം അല്ലേ. ഡിലൈറ്റ്ഫുള്ളി, ഡിസ്ക്രീറ്റ്ലി, ഡിസ്ട്രക്റ്റീവ്ലി, ഡ്രീമിംഗ്ലി, ഡിലൈറ്റ്ഫുള്ളി എന്നതെല്ലാം അറിയാവുന്ന വേർഡുകളല്ലയോ. എന്താണ് ഡിസ്ക്രീറ്റ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ? ടു ഡു സംതിങ് വെരി കെയർഫുള്ളി, സീക്രറ്റ്ലി, ടു അവോയ്ഡ് അറ്റൻഷൻ. അത് ഡിസ്ക്രീറ്റ്ലി മീൻസ് എന്താണ്? നമ്മൾ എന്തെങ്കിലും സീക്രട്ട് ആയിട്ട് അല്ലെങ്കിൽ കെയർഫുൾ ആയിട്ട് ചെയ്യുക. ടു അവോയ്ഡ് അറ്റൻഷൻ, മറ്റുള്ളവർ അറ്റൻഷൻ കിട്ടാതെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ വളരെ സീക്രട്ടായിട്ട് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ഡിസ്ക്രീറ്റ്ലി എന്നാണ് കേട്ടോ. ടു ഡു സംതിങ് വെരി സീക്രറ്റ്ലി എന്നാണ്. ടു ഡു സംതിങ് വെരി സീക്രറ്റ്ലി, ടു അവോയ്ഡ് അതേഴ്സ് അറ്റൻഷൻ. അത് അറിഞ്ഞിരുന്നാൽ മതി. ടു അവോയ്ഡ് അതേഴ്സ് അറ്റൻഷൻ. ഓക്കെ, അടുത്തത് ഡിസ്ക്രീറ്റ്ലി പഠിച്ച്. ഡിസ്ട്രക്റ്റീവ്ലി അറിയാം, ഡിലൈറ്റ്ഫുള്ളി അറിയാം. ഡിലൈറ്റ്ഫുള്ളിയുടെ സ്പെല്ലിങ് ഡിലൈറ്റ് നേരിട്ട് FULLY വരണം കേട്ടോ. ഡ്രീമിംഗ്ലി അറിയാമല്ലോ, ഡ്രീമിംഗ്ലി അറിയാം. അടുത്തത്, സെലക്ട് ദ ഇൻകറക്റ്റ് സ്പെല്ലിംഗ് വേർഡ്. ഡിസീറ്റ്, അനോമലി, കൺസിസ്റ്റൻറ്റ്, ഫ്രൈറ്റ്. ഫ്രൈറ്റ് മീൻസ് ഫിയർ എന്നാണ്. എന്താണ് ഫ്രൈറ്റിൻ്റെ മീനിങ്? എന്താണ്? ഫിയർ. ഫ്രൈറ്റ് മീൻസ് ഫിയർ. അനോമലി സംതിങ് ഡീവിയേറ്റ്സ് ഫ്രം ദ കോമൺ റൂൾ ഓർ എക്സ്പെക്റ്റഡ് ഫോം. നമ്മൾ എന്തെങ്കിലും വിചാരിച്ചിരിക്കുന്നത് അതിൽ നിന്നും ഡീവിയേറ്റ് ചെയ്തിരിക്കുന്നത്, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അനോമലി എന്ന് വിളിക്കുന്നത്. അനോമലി എന്താണ്? സംതിങ് ദാറ്റ് ഡീവിയേറ്റ്സ് ഫ്രം ദ കോമൺ റൂൾ ഓർ എക്സ്പെക്റ്റഡ് ഫോം. സംതിങ് ദാറ്റ് ഡീവിയേറ്റ്സ് ഫ്രം ദ കോമൺ റൂൾ ഓർ സംതിങ് ദാറ്റ് ഡീവിയേറ്റ്സ് ഫ്രം ദ കോമൺ റൂൾ ഓർ എക്സ്പെക്റ്റഡ് ഫോം. കൺസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ കൺസിസ്റ്റൻറ്റ് മീൻസ് ആക്ടിങ് ഓർ ബിഹേവിങ് ഇൻ എ സിമിലർ സ്റ്റഡി വേ. കൺസിസ്റ്റൻറ്റ് അതല്ലേ, പഠനം വളരെ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ സ്റ്റഡി ആയിരിക്കണം അല്ലയോ. അതായത് സംതിങ് ദാറ്റ് ഡീവിയേറ്റ്സ് ഫ്രം ദ കോമൺ റൂൾ, അനോമലി, ആക്ടിങ് ഓർ ബിഹേവിങ് ഇൻ എ സിമിലർ ഓർ സ്റ്റഡി വേ, കൺസിസ്റ്റൻറ്റ്. ഫ്രൈറ്റ് മീൻസ് ഫിയർ ആണ്. ഡിസീറ്റ് എന്താണ്? ഡിസീറ്റ് ദ ആക്ട് ഓഫ് പ്രാക്ടീസിങ് ലൈങ്, മിസ്ലീഡിങ് ഓർ ഹൈഡിങ് ദ ട്രൂത്ത് ടു ഗെയിൻ അഡ്വാൻറ്റേജ്. അതായത് ചീറ്റ്. ഡിസീറ്റ് മീൻസ് ചീറ്റ് എന്ന് മാത്രം പഠിച്ചാൽ മതി, 1 വേർഡ് കേട്ടോ. ഡിസീറ്റ് മീൻസ് ചീറ്റ്. ഡിസീറ്റ് എന്താണ്? വാട്ട് ഈസ് മീനിങ്? ഡിസീറ്റ്, ചീറ്റ്. ഓക്കെ, ഒറ്റ വേർഡിൽ ലെങ്തി പഠിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഡിസീറ്റ് മീൻസ് ചീറ്റ്, അതറിഞ്ഞിരുന്നാൽ മതി. ഫ്രൈറ്റ് മീൻസ് ഫിയർ എന്ന് പഠിച്ചാൽ മതി കേട്ടോ. ഫിയർ. ഓക്കെ,
അടുത്തത് സെലക്ട് ദ ഇൻകറക്റ്റ് സ്പെൽഡ് വേർഡ്. ഇമ്മിനൻ്റ് ആണ്, കൊളോക്കിയൽ ആണോ, എക്സുബറൻ്റ് ആണോ, ഡിന്നർ ആണോ? ഡിന്നറിൻ്റെ സ്പെല്ലിംഗ് നമുക്കറിയാം അല്ലേ? കൊളോക്കിയലിൻ്റെ സ്പെല്ലിംഗ് നമുക്കറിയാം, COLLOQUIAL. ശ്രദ്ധിച്ചോണം, കൊളോക്കിയൽ കേട്ടോ. കൊളോക്കിയൽ മീൻസ് ഇൻഫോർമൽ എന്നാണ് കേട്ടോ. കൊളോക്കിയൽ എന്ന് വെച്ചാൽ എന്താണ്? ഇൻഫോർമൽ എന്നാണ്. എക്സുബറൻ്റ് എന്ന് വെച്ചാൽ എന്താണ്? സംവൺ ഓർ സംതിങ് ഫിൽഡ് വിത്ത് ഗ്രേറ്റ് എനർജി ഓർ ഹൈ എനർജി എന്നാണ്, അല്ലെ വെരി എനർജറ്റിക് എന്നാണ്. എക്സുബറൻ്റ് എന്ന് വെച്ചാൽ എന്താണ്? വെരി എനർജറ്റിക് എന്നാണ് കേട്ടോ. വെരി എനർജറ്റിക്. ഓക്കെ, വെരി എനർജറ്റിക്, വെരി എനർജറ്റിക്. അടുത്തത് ഇമ്മിനൻ്റ്. ഇമ്മിനൻ്റ് മീൻസ് ലൈക്ലി ടു ഹാപ്പൻ ഓർ ഗോയിങ് ടു ഹാപ്പൻ സംതിങ്. ഗോയിങ് ടു ഹാപ്പൻ സംതിങ്, അതായത് സംതിങ് അൺപ്ലസൻറ്റ്. അതായത് ഇമ്മിനൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും അൺപ്ലസൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇമ്മിനൻ്റ്. അതാണ് കറക്റ്റ് ആയിട്ടുള്ള. ഇൻകറക്റ്റ് ആയിട്ടുള്ള വേർഡ് എന്ന് വെച്ചാൽ ഇമ്മിനൻ്റ് ആണ്. സോറി, മാറ്റി എഴുതാം. ഇമ്മിനൻ്റ് അൺപ്ലസൻ്റ് ആയിട്ടുള്ള എന്തോ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം കേട്ടോ, ഇമ്മിനൻ്റ്. എക്സുബറൻ്റ് എന്ന് വെച്ചാൽ എന്താണ്? എക്സുബറൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി എനർജറ്റിക് എന്നാണ്. വെരി എനർജറ്റിക്, വെരി എനർജറ്റിക്. ഓക്കെ, വെരി എനർജറ്റിക്. കൊളോക്കിയൽ എന്ന് വെച്ചാൽ എന്താണ്? എക്സുബറൻ്റ് എന്നാണ്. കൊളോക്കിയൽ എന്ന് വെച്ചാൽ എന്താണ്? എക്സുബറൻ്റ് എന്നാണ്. ഓക്കെ, കൊളോക്കിയൽ. അടുത്തത് ഇൻഡോമിറ്റബിൾ ആണ്, ഇൻക്രെഡുലസ് ഉണ്ട്, അൺയീൽഡിങ് ഉണ്ട്, വിസിറ്റ്യൂഡ്സ് ഉണ്ട്. വിസിറ്റ്യൂഡ്സ് ഉണ്ട്, അതായത് ഇൻക്രെഡുലസ് എന്നുള്ളതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള. ഇൻക്രെഡുലസിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? ക്രെഡുലസിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? അതിൻ്റെ കൂടെ IN ചേർത്താൽ മതി. ഇതാണ് ഇൻക്രെഡുലസിൻ്റെ സ്പെല്ലിംഗ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ ഇൻകറക്റ്റ്ലി സ്പെല്ലിംഗ് വേർഡ്. ഇങ്ങനെയാണ്, OUS എന്ന് വരും, ഇൻക്രെഡുലസ് കേട്ടോ. അപ്പം ഇൻക്രെഡുലസ് ആണ് അതിനകത്തുള്ള ഇൻകറക്റ്റ് ആയിട്ടുള്ള വേർഡ്. ക്രെഡുലസിൻ്റെ മീനിങ് ബിലീവിങ് ആണ്. ക്രെഡുലസ് ബിലീവബിൾ ആണ്. അപ്പോൾ ഇൻക്രെഡുലസ് എന്ന് വെച്ചാൽ എന്താണ്? അൺബിലീവബിൾ ആണ്. അപ്പോൾ ഇമ്മിനൻ്റ് എന്താണ്? ഇമ്മിനൻ്റ് സംതിങ് അൺപ്ലസൻറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ എന്നാണ്. കൊളോക്കിയൽ മീൻസ് ഇൻഫോർമൽ ആണ്. എക്സുബറൻ്റ് മീൻസ് വെരി എനർജറ്റിക് ആണ്. ഇതെല്ലാം ഓക്കെ ആണല്ലോ. അപ്പം സസ്പീഷ്യസ്ലി അതെല്ലാം ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതെല്ലാം. അപ്പോൾ ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ്, ഇങ്ങനത്തെ സ്പെല്ലിംഗ് ആയിട്ടുള്ള ടഫായിട്ടുള്ള കുറേ വേർഡ്സുകൾ എന്നാൽ നമുക്ക് തെറ്റാൻ സാധ്യത ഉള്ളത്, നമുക്കറിയാവുന്ന വേർഡ്സുകളായിരിക്കും, പക്ഷേ നമുക്ക് തെറ്റാൻ സാധ്യത ഉള്ള വേർഡുകളായിരിക്കും. ചിലപ്പോൾ നമുക്ക് തന്നെ പെട്ടെന്ന് കൺഫ്യൂഷൻ വരും. അയ്യോ ഇത് ശരിയായിരുന്നു, ഇത് തെറ്റായിരുന്നു, അയ്യോ അത് ശരിയായിരുന്നല്ലേ, അല്ലെങ്കിൽ അത് തെറ്റായിരുന്നല്ലേ എന്ന് എക്സാം കഴിയുമ്പോഴായിരിക്കും നമ്മളത് ചിന്തിക്കുന്നത്. പക്ഷേ അങ്ങനെ അബദ്ധം പറ്റരുത് കേട്ടോ. നിങ്ങൾ തന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതി നോക്കുക. നിങ്ങൾ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നിങ്ങൾ എഴുതി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് കിട്ടും. അല്ലാതെ ഒറ്റ നോട്ടത്തിൽ ക്വസ്റ്റ്യനിലോട്ട് നോക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും അത് കറക്റ്റാണ്, അങ്ങനെ വിചാരിക്കരുത്. നിങ്ങൾക്ക് അറിയാവുന്ന സ്പെല്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഇങ്ങോട്ടേക്ക് മാറ്റി ഒന്ന് എഴുതി നോക്കുകയോ അല്ലെങ്കിൽ മനസ്സിൽ പറഞ്ഞു നോക്കുകയോ ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടും. സോ ഹാപ്പി ലേണിംഗ്. All the best for everyone for the exam. Okay, thank you.